രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിനെ ജയിൽ മാറ്റി. നിരാഹാരം തുടരുന്ന സാഹചര്യത്തിലാണ് തിരുവനന്തപുരം ജില്ലാ ജയിലിൽ നിന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ജയിൽ മാറ്റിയാലും സമരം തുടരുമെന്ന് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ പറഞ്ഞു. ഒന്നിനു പിറകെ ഒന്നായി രാഹുൽ ഈശ്വർ ഇരയെ അധിക്ഷേപിച്ചു. ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലും സൈബർ ഇടങ്ങളിൽ വീഡിയോ ചിത്രീകരിച്ചു. ഇരയായ പെൺകുട്ടി പരാതി കൊടുത്തതോടെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലാപ്ടോപ്പിൽ നിന്ന് പെൺകുട്ടിയുടെ ചിത്രമടക്കമുള്ള നിർണായക തെളിവുകൾ കൂടി കിട്ടിയതോടെ കോടതി രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചു. ചെയ്യുന്നത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണെന്നും പറഞ്ഞ് ജയിലിൽ നിരാഹാരവും തുടങ്ങി. ജയിൽ മാറ്റി. ഭാര്യയും പറയുന്നു സമരം തുടരുമെന്ന്. എന്തായാലും എനിക്ക് തോന്നുന്നത് നിരാഹാര സമരം എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടി തന്നെയാണ്. സെൻട്രൽ ജയിലിൽ മെഡിക്കൽ ഓഫീസറുടെ സേവനമുണ്ടാകും. വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പും ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. 4ാം പ്രതിയും കോൺഗ്രസ് നേതാവുമായ സന്ദീപ് വാര്യർ ഒളിവിലാണ്. അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എറണാകുളം സൈബർ പോലീസ് റസാഖ് PA, രാജു വിദ്യകുമാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. കണ്ണൂരിൽ അതിജീവിതയുടെ ഫോട്ടോ പ്രചരിപ്പിച്ചതിന് സുനിമോൾക്കെതിരെ കേസെടുത്തു. സൈബർ ആക്രമണം നടത്തുന്നവർ ശുംഭന്മാരാണെന്ന് K മുരളീധരൻ പറഞ്ഞു. ഈ സൈബർ ആക്രമണം നടത്തുന്നവര് സത്യം പറഞ്ഞാൽ ശുംഭന്മാരാണ്. നേരിട്ട് വരാൻ കഴിയില്ലാത്തവരാണ് സൈബർ ആക്രമണം നടത്തുക. രൂക്ഷമായ സൈബർ ആക്രമണത്തിനെതിരെ പോലീസ് നടപടിയും കടുക്കുകയാണ് എന്ന് ചുരുക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.